ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഒരു വ്യക്തി നമ്മുടെ അടുത്ത് ഫേക്ക് ആയിട്ടുള്ള ഒരു ലവ് ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. ഫേക്ക് ആയിട്ടുള്ള ലവ് എന്ന് പറയുന്ന സമയത്ത് ഇല്ലാത്ത സ്നേഹം ഉണ്ട് എന്ന രീതിയിൽ കാണിക്കും. അതായത് ലവ് ഉണ്ട് എന്നുള്ളത് പ്രിറ്റൻഡ് ചെയ്യാണ്. ആക്ച്വലി അവരുടെ മൈൻഡിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ലവ് ഉണ്ടായിരിക്കില്ല. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അത് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി നിരന്തരം നിങ്ങളോട് ആ രീതിയിലാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ വ്യക്തി കാണിക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് അത്രത്തോളം ജെന്യൂൻ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഒരു കാര്യം, അവരെല്ലാ കാര്യങ്ങൾക്കും എക്സ്ക്യൂസ് കണ്ടെത്താനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടുന്ന ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു സൈന്. എക്സ്ക്യൂസ് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എസ്പെഷ്യലി നമ്മുടെ ടൈം, നമ്മുടെ ലവ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് വിചാരിക്കാം. ചെറിയൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോൾ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലൊക്കെ അവർക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ടൈമോ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഓപ്പോസിറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരതിന് എക്സ്ക്യൂസ് കണ്ടെത്തും എന്നുള്ളതാണ്. അതായത് പിന്നീട് സംസാരിക്കാം, ഇപ്പൊ ഞാൻ ബിസിയാണ്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോവാം എന്ന് പറയുന്ന സമയത്തൊക്കെ അവർ ആ കാര്യങ്ങളെല്ലാം വളരെ സില്ലി ആയിട്ട് എടുക്കുകയും അതെല്ലാം ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഒരു എക്സ്ക്യൂസ് മെന്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒന്നാമത്തെ ഒരു ക്ലിയർ സൈൻ എന്ന് പറയുന്നത്. കാരണം ഒരു വ്യക്തിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, എക്സൈറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനൊരു താല്പര്യം കാണിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു താല്പര്യമോ എക്സൈറ്റ്മെന്റോ എഫേർട്ടോ ഒന്നും അവരുടെ ഭാഗത്തുനിന്നും വരുന്നില്ല. മറിച്ച് എപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എക്സ്ക്യൂസ് ആണ് അവർ മുമ്പിൽ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു സൈന്. ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്നുള്ളത് നോക്കാം. ഇങ്ങനെ ലവ് ഉണ്ട് എന്ന് പ്രിറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ ഒരു സ്വഭാവമായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങളോട് സ്വീറ്റ് ആയിട്ട് സംസാരിക്കും എന്നുള്ളത്. കാരണം അവർക്ക് ആ ഒരു ആവശ്യം നേടിയെടുക്കണം. അത് എങ്ങനെയെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അത് കിട്ടുള്ളൂ. ചിലപ്പോൾ അതൊരു ഫിസിക്കൽ ഇന്റിമസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടോക്ക് ആയിരിക്കാം, ഇങ്ങനെ എന്തെങ്കിലും അവരുടെ ഒരു ആവശ്യം ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ആ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് വളരെയധികം സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നു. അല്ലാത്ത സമയങ്ങളിലൊന്നും അവർ നിങ്ങൾക്കൊരു വാല്യൂ നൽകുന്നില്ല, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാര്യവും നിങ്ങൾക്ക് നൽകുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതാണ് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളെ ഏറ്റവും ക്ലിയർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സൈൻ എന്ന് പറയുന്നത്. സോ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് മാത്രം നിങ്ങളോട് വളരെ സ്വീറ്റ് ആയിട്ട് സൗമ്യമായിട്ട് സംസാരിക്കുന്നു. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈൻ. ആക്ച്വലി ആ ഒരു വ്യക്തി നിങ്ങളെ പ്രിറ്റൻഡ് ചെയ്യാണ്, ലവ് ഉണ്ട് എന്നുള്ളത് പ്രിറ്റൻഡ് ചെയ്യാണ് എന്നുള്ളതിന്റെ. ഇനി മൂന്നാമതായി, ഇങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ചുള്ള ഒരു ഫ്യൂച്ചർ ടോക്ക് ഒരിക്കലും നടത്തില്ല എന്നുള്ളതാണ്. അതായത് നെക്സ്റ്റ് ഒരു 5 ഇയർ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ ഓരോ പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ സീരിയസ് ആയിട്ട് സംസാരിക്കില്ല. ഒരു പക്ഷെ അങ്ങനെയുള്ള ഒരു ടോക്ക് നിങ്ങളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോലും അതിനെന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്യും, അതല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കാര്യം, ആ ഒരു ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ലൈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഇൻട്രസ്റ്റും കാണിക്കില്ല. മാത്രമല്ല, നിങ്ങളായിട്ട് അങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് മുൻകൈ എടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊരു സീരിയസ്നെസ് നൽകാതെ അത് സ്കിപ്പ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ വ്യക്തിക്ക് ആക്ച്വലി ഒരു കമ്മിറ്റഡ് മൈൻഡ് സെറ്റ് വന്നിട്ടില്ല. അവരൊരു പക്ഷെ സ്നേഹം ഉണ്ട് എന്നുള്ളത് നടിക്കാനുള്ള ഒരു സാധ്യത ആണ് എന്നുള്ളതിന്റെ. ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു ഫിസിക്കൽ ഇന്റിമസി മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ
അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുന്നത് ആ ഒരു ഫിസിക്കൽ ഇന്റിമസിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു സമയത്ത് മാത്രം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവര് ടൈം കണ്ടെത്തുന്നതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളിൽ നിന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്ന ആ ഒരു ഫിസിക്കൽ ഇന്റിമസി മാത്രമാണ് എന്നുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഇന്റിമസിക്ക് ഒരു സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്ന സമയത്ത് അത് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങളോട് അടുപ്പം കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഇല്ലാത്ത സമയം ഉണ്ടാക്കാനും അവർ ഒരുക്കമാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തിക്ക് ആവശ്യം ആ റിലേഷൻഷിപ്പ് എന്നതിലുപരി ആ ഒരു ഫിസിക്കൽ ഇന്റിമസി മാത്രമാണ്. അതിനർത്ഥം അവർക്ക് ഒരു കമ്മിറ്റഡ് മൈൻഡ് സെറ്റ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ആവശ്യം നിറവേറ്റുക എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ ചിന്തിക്കുന്നത് എന്ന് തന്നെയാണ്. ഫൈനലി, ഒരു ഡിസിഷൻ മേക്കിങ്ങിലോ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളിലോ ഒന്നും നിങ്ങളെ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല. മാത്രമല്ല അവരെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷനും നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ക്ലിയർ ആയിട്ട് ഒരു ആൻസർ നൽകില്ല, അല്ലെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരു ഒപ്പീനിയൻ ചോദിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അപ്ഡേഷൻ ഒന്നും നിങ്ങളോട് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേഴ്സണൽ ലൈഫിൽ നിന്നും കുറച്ച് അകലത്തിലാണ് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇത്തരത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വാല്യൂ നൽകുന്നില്ല, ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട യാതൊരുവിധ കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ വ്യക്തി ആക്ച്വലി നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത്ര ഒരു റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സ്നേഹമാകാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തി കാണിക്കുന്ന ആ ഒരു ലവ് എന്ന് പറയുന്ന ഒരു കാര്യം അത് പ്രിറ്റൻഡ് ചെയ്യാണ്, ഇല്ലാത്തൊരു കാര്യമുണ്ട് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അത് ഫേക്ക് ആയിട്ടാണ് നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത്തരം റിലേഷൻഷിപ്പിൽ പോയി പെടുന്ന സമയത്ത് എപ്പോഴും ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കായിരിക്കും ഒരുപാട് ഹേർട്ട് ആവുക. ഒരു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് അതിൽ നിന്നും മൂവ് ഓൺ ആവാനും പുതിയൊരു ലൈഫ് തുടങ്ങാനും ഒക്കെ ഈസി ആയിരിക്കും. പക്ഷേ ഇങ്ങനെ റിയൽ ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ലവ് ആണ് നമ്മുടെ ലൈഫിലുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളെ അതിന് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്